ഇത്രയും കാലം ജീവിച്ച ഈ കാലഘട്ടത്തിൽ കടന്നു പോയിട്ടുള്ള വഴികൾ, പരിചയപ്പെട്ടിട്ടുള്ള ആളുകൾ, അനുഭവങ്ങൾ, ഇതൊക്കെ കൂടി നമ്മളിങ്ങനെ മനസ്സിനകത്ത് പലപ്പോഴും ഇങ്ങനെ സിനിമ അതിൽ കഥാചിത്രങ്ങൾ ഇങ്ങനെ ഓടി ഓടി പോകുന്നത് പോലെ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ ഓടിപ്പോകും. പക്ഷേ ഇത് എപ്പോഴും എഴുതും. ഇത് എന്തിനും ശ്രീനിവാസൻ പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞതുപോലെയാണ് ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ ആരോഗ്യത്തിന് കോട്ടം തന്ന ഈ കാലഘട്ടത്തിൽ ഒരു പുസ്തകം എഴുതാൻ പറ്റി. അത് തന്നെ ദൈവത്തിൻ്റെ ഒരു നിയോഗമായിരിക്കും. പക്ഷേ ഇവിടെ പറഞ്ഞതിൽ ഇതിൽ 100% സത്യമാണ്, കള്ളമല്ല. രജിഷ്ട്രി പറഞ്ഞു, വീടിൻ്റെ അകത്ത് ചെന്നു ഊണ് കഴിക്കാൻ വിളിച്ച വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു പെൺകുട്ടി നല്ല കസവ് സാരിയൊക്കെ ഓടിച്ചിട്ട് നല്ല, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, നല്ല കരുത്ത പച്ചയിൽ കസവുള്ള സാരി കൊടുത്ത് ഒരു 5 അടി 5 ഇഞ്ച് പൊക്കമുള്ള ഒരു പെൺകുട്ടി നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു അതൊക്കെ അറിയാം, എനിക്ക് കറക്റ്റ് അറിയാം. കാര്യം അതിന് മുമ്പ് എൻ്റെ അടുത്ത് ഒരുപാട് പ്രാവശ്യം വന്ന് നിന്നിട്ടുണ്ടല്ലോ. അപ്പം അത് അങ്ങനെ വിളിച്ചിട്ട് എനിക്കൊന്ന് കാർ ഓടിക്കാനൊന്നും അറിയില്ല. വീട്ടിൽ ഡ്രൈവറുണ്ട്, ഡ്രൈവറെ കൂട്ടിക്കൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റും. എന്നിട്ടും അവളുടെ ക്ഷണം അത്ര സീരിയസ് ആയതുകൊണ്ട് ഞാൻ പോയി, ഡ്രൈവറെ കൊണ്ടുപോയി. ചെല്ലുമ്പോഴത്തേക്ക് വാതിലിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഈ കടുത്ത പച്ച സാരി, അതിൽ നല്ല കസവൊക്കെ എടുത്ത് നല്ല വെളുത്ത് വെട്ടി. അപ്പോൾ അതിങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച എന്തായാലും ക്ഷണിച്ചപ്പോൾ വിചാരിച്ചപ്പോൾ ഇന്നത്തെ ഇവിടെ കല്യാണ ആലോചനയോ അന്നത്തെ വിവാഹ നിശ്ചയം എന്തൊക്കെ ആയിരിക്കും എന്ന് പ്രതീക്ഷ പോണത്. അവിടെ ചെല്ലുമ്പോൾ വീടിനകത്ത് ആരുമില്ല. ആകെ അപ്പം തുടങ്ങിയൊരു വെപ്രാളം. വാപ്പ എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം തീർന്നു. പഴയ റെസ്ലറാണ്, ഒരടിക്ക് തീർക്കും. അവിടെ ചെന്ന് എങ്ങനെയെങ്കിലും പിന്നെ എനിക്ക് അവിടെ നിന്ന് തിരിച്ചിറങ്ങിയാൽ മതി. അപ്പം പറഞ്ഞ് കഴിച്ചിട്ടേ പോകാം, അവർക്കത്തുള്ള ഊണൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അടുത്ത് നിന്ന് വിളമ്പി തരുന്നുണ്ട്. അപ്പം വിറയിൽ തോന്നിയിരിക്കും, ഭയങ്കര വിറയിൽ. അങ്ങനെ എങ്ങനെയെങ്കിലും ഞാനത് കഴിച്ച് തീർത്ത് വണ്ടിക്കകത്ത് കയറി. അപ്പം എൻ്റെ മജീദ് എന്ന് പറഞ്ഞൊരു ഡ്രൈവറാണ്, അവനിതൊന്നും കാണാത്ത ഭാഗത്ത് നിൽക്കുക. അപ്പം എനിക്ക് വീട്ടിൽ പോയി പറയുമോ, അതായിരുന്നു പേടി കൊണ്ട്. പക്ഷെ ഭാഗ്യത്തിന് ഒരിക്കലും അവൻ അത് പറഞ്ഞില്ല, വെളിയിൽ പറഞ്ഞില്ല. അങ്ങനെ ഞാൻ വണ്ടി കയറി വീട്ടിലെത്തി. അപ്പം ആ ഒരു സംശയം ഞാൻ തീർത്തു. അവിടെ വരെ പോയുള്ളൂ. അതുകൊണ്ടൊക്കെ ധൈര്യപ്പെട്ട് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ഇപ്പോഴും ഉണ്ട് ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ മസ്കറ്റിൽ പോയപ്പോഴത്തേക്ക് എന്നെ വന്ന് കാറിൽ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി, ഹോട്ടലിൽ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അവരാരെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു കുറ്റവാളി ആക്കാൻ പാടില്ല, അതുകൊണ്ട് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ജീവിതത്തിൽ പ്രണയം വേണം. അത് പ്രണയം എന്ന് പറയുമ്പോഴത്തേക്ക്